നമസ്കാരം, സ്മാർട്ട് ഫണ്ട്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കയ്യിൽ നിക്ഷേപിക്കാൻ ഒരു 10 ലക്ഷം രൂപയുണ്ടോ? എങ്കിൽ ഈ 2026 ആ പണം എവിടെ ഇടണം? ബാങ്കിലിട്ടാൽ പലിശ കുറവാണ്. ഓഹരി വിപണിയിലാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇടിവ് വരാം എന്ന പേടിയും. പക്ഷേ വിപണിയിലെ വമ്പൻ ഫണ്ട് മാനേജർമാർ പറയുന്നത് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഈ 10 ലക്ഷം രൂപ വളരെ സുരക്ഷിതമായി തന്നെ നമുക്ക് വളർത്താമെന്നാണ്. ഇതിനായി അവർ നിർദ്ദേശിക്കുന്നത് ഒരു മാജിക് ഫോർമുലയല്ല, മറിച്ച് അസറ്റ് അലോക്കേഷൻ എന്ന ലളിതമായ തന്ത്രമാണ്. പണം പല കുട്ടകളിലായി സൂക്ഷിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഈ സംഭവം. പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങളായ വെഞ്ചൂറ സെക്യൂരിറ്റീസും മാസ്റ്റർ ട്രസ്റ്റ് ഗ്രൂപ്പും 2026 നിർദ്ദേശിക്കുന്ന ഒരു മോഡൽ പോർട്ട്ഫോളിയോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, 10 ലക്ഷം രൂപ മുഴുവനായി കൊണ്ടുപോയി ഓഹരി വിപണിയിൽ ഇടരുത്. വിദഗ്ധർ പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള തുകയുടെ 60 മുതൽ 70% വരെ മാത്രം ഓഹരി വിപണിയിലേക്ക് മാറ്റാമെന്നാണ്. അതായത് 10 ലക്ഷത്തിൽ 6 മുതൽ 7 ലക്ഷം രൂപ വരെ. ഇതിൽ തന്നെ ലാർജ് ക്യാപ് ഫണ്ടുകൾക്കോ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾക്കോ ആണ് ഈ വർഷം പ്രാധാന്യം നൽകേണ്ടത്. പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ് അല്ലെങ്കിൽ HDFC ഫ്ലെക്സി ക്യാപ് പോലുള്ള ഫണ്ടുകളെയാണ് പല അനലിസ്റ്റുകളും ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ദീർഘകാലത്തേക്ക് പണപ്പെരുപ്പത്തെ തോൽപ്പിക്കുന്ന ലാഭം തരാൻ ഇക്വിറ്റിക്ക് മാത്രമേ കഴിയൂ. രണ്ടാമത്തെ കാര്യം സുരക്ഷിതത്വമാണ്. വിപണി ഒന്ന് ഇടിഞ്ഞാൽ നമ്മുടെ നെഞ്ചിടിപ്പ് കൂടാതിരിക്കാൻ കയ്യിലുള്ള തുകയുടെ 20 മുതൽ 30% വരെ ഡെപ്റ്റ് ഫണ്ടുകളിലോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടുകളിലോ ഇടണം. അതായത് ഏകദേശം 2 മുതൽ 3 ലക്ഷം രൂപ വരെ. വരുന്ന ഫെബ്രുവരി ബജറ്റോടുകൂടി പലിശ നിരക്കുകളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബാങ്ക് FDയേക്കാൾ നികുതി ഗുണം ചിലപ്പോൾ ഇത്തരം ഡെപ്റ്റ് ഫണ്ടുകൾക്ക് ലഭിച്ചേക്കാം. പോർട്ട്ഫോളിയോയ്ക്ക് ഒരു ഷോക്ക് അബ്സോർബർ ആയി ഇവ പ്രവർത്തിക്കും. മൂന്നാമതായി സ്വർണം. ആപത്ത് കാലത്ത് സ്വർണം എപ്പോഴും തുണയ്ക്കും. നിങ്ങളുടെ 10 ലക്ഷത്തിൽ ഒരു 10% മുതൽ 15% വരെ സ്വർണത്തിനായി മാറ്റിവെക്കാം. അതായത് 1 ലക്ഷം രൂപ. ഇത് സ്വർണ്ണാഭരണമായി വാങ്ങാതെ ഗോൾഡ് ETF ആയോ സോവറിൻ ഗോൾഡ് ബോണ്ട് ആയോ വാങ്ങുന്നതാണ് ബുദ്ധി. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2026 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വലിയ വളർച്ചയിലേക്ക് കുതിക്കുമ്പോൾ ആ അവസരം മുതലാക്കാൻ ഇക്വിറ്റിയും ഒപ്പം സുരക്ഷയ്ക്കായി ഡെപ്റ്റ് ഫണ്ടും സ്വർണവും ചേർന്ന ഈ രീതി പരീക്ഷിക്കാവുന്നതാണ്. ഓർക്കുക, 5 വർഷമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമാണ് ഈ രീതി ഏറ്റവും അനുയോജ്യം. ഇനി നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷമില്ല, 1 ലക്ഷം രൂപയോ അഥവാ ഇനി എത്ര കുറഞ്ഞ എമൗണ്ട് ആയാലും അത് ഈ അനുപാതത്തിൽ നിക്ഷേപിച്ചാൽ മതിയെന്ന് ചുരുക്കം. ഇതൊരു നിക്ഷേപ നിർദ്ദേശമല്ല. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ പലതായിരിക്കും. അതുകൊണ്ട് പണം മുടക്കുന്നതിന് മുൻപ് സെബി രജിസ്ട്രേഡ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക വിദഗ്ധരുമായി സംസാരിക്കാൻ മടിക്കരുത്. കൂടുതൽ ബിസിനസ് വാർത്തകൾക്കും ഓഹരി വിപണി വിശേഷങ്ങൾക്കും ET മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്കീം വിവരങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിക്കുകയും വിദഗ്ധരുമായി സംസാരിക്കുകയും ചെയ്യുക.